എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയെ കുറിച്ചിട്ടാണ്. അതായത് മരച്ചീനി പപ്പടം. എങ്ങനെയാണ് ഈ മരച്ചീനി കൊണ്ട് പപ്പടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മരച്ചീനി അതിൻ്റെ തോലോ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ തോല് കളഞ്ഞിട്ട് എടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിന് ശേഷം അത് ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് നുറുക്കിയെടുക്കണം. ഈ മരച്ചീനി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മരച്ചീനി നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ആട്ടപ്പൊടി, കുറച്ച് കടലപ്പൊടി, ഇത് രണ്ടും മിക്സ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് കടലപ്പൊടി കണ്ടില്ലേ, കുറച്ച് കടലപ്പൊടി കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് എള്ള്, ഞാനിവിടെ വെളുത്ത എള്ളാണ് ഇടുന്നത്. കാരണം ഏത് എള്ളായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ വെളുത്ത എള്ള ഉള്ളത്, ഞാൻ കുറച്ച് വെളുത്ത എള്ള ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീരകം കൂടി നമുക്ക് അതിൽ മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പൊടി ഉപ്പ് കലക്കിയിട്ടുണ്ട്. ആ ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിങ്ങനെ ഇതിലേക്ക് കുറച്ച് ആട്ടപ്പൊടിയും അല്ലെങ്കിൽ കടലമാവൊക്കെ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചൊരു ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് പെട്ടെന്ന് വെറും മരച്ചീനി മാത്രമാകുമ്പോഴേ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് ഇനിയിപ്പോൾ ഈ ആട്ടപ്പൊടിക്ക് പകരം നമുക്ക് കുറച്ച് മൈദപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കയ്യിലിപ്പോൾ മൈദപ്പൊടി ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് ആട്ടപ്പൊടി മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ കണ്ടില്ല, ഇത് പ്ലാസ് എന്ന് പറയും. ഈ പ്ലാസിൻ്റെ ഇലയിലാണ് നമ്മളിത് ഇനി പരത്താൻ പോകുന്നത്. ഈ പ്ലാസിൻ്റെ ഇലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കിതിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വാഴ ഇലയൊക്കെ വെച്ചാൽ അതിങ്ങനെ പൊട്ടി പോകും. പക്ഷെ ഇതിലങ്ങനെയല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ അട ഉണ്ടാക്കാനൊക്കെ കൂടുതലായിട്ടും ഇങ്ങനത്തെ ഇലയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ വാഴൻ്റെ ഇലയൊക്കെയാണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ പരത്തി നോക്കാം. നൈസായിട്ട് പരത്തുക, എന്നാലാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഷേപ്പ് ആക്കണമെങ്കിൽ ഇതേമാതിരി ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ബാക്കിയുള്ള മാവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ കറക്റ്റ് ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇലയിൽ വലുതാക്കിയിട്ട് തന്നെ മടക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ. നമുക്ക് ഇനി വെയിലത്ത് വെച്ച് ഉണക്കാണ് വേണ്ടത്. നമ്മളാദ്യം ഈ മരച്ചീനി മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മാവ് മാതിരി ആയ സമയത്ത് ഞാനതിൽ കുറച്ച് ഉപ്പ്, അതേമാതിരി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു 2 തരി കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ആട്ടപ്പൊടിയും
കടലമാവിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടേ, ഇല്ലെങ്കിൽ കളറ് വെള്ളയായിരിക്കും. അപ്പോൾ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒന്ന് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ആക്കി കഴിഞ്ഞാലേ പെട്ടെന്ന് പരക്കും. വെള്ളം ആക്കുമ്പോൾ നമുക്ക് വളരെ നൈസാക്കിയിട്ട് അത് പരത്തിയെടുക്കാൻ പറ്റും. ഞാനിത് ചെറിയതാക്കും കാരണം എന്ന് വെച്ചാൽ നമുക്കത് എണ്ണയിലിട്ടിട്ട് വറക്കാനൊക്കെ സൗകര്യത്തിന് ചെറിയ പപ്പടാക്കാൻ നല്ലത്. വലുതായി കഴിയുമ്പോൾ നമുക്ക് കുറേ എണ്ണ ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് കുറച്ച് എണ്ണയിൽ നമുക്കത് വറുത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പപ്പടമല്ലേ, സാധാരണ പപ്പടം ഉണ്ടല്ലോ, ആ പപ്പടത്തിൻ്റെയൊക്കെ അതേ വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ സൗകര്യമാണ്. കണ്ടില്ലേ, എനിക്കിങ്ങനെ ഇത് പരത്താനൊന്നും വലിയ പിടിപാടൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യാറിയുന്ന ആൾക്കാരുണ്ടാവും, വളരെ ഈസി ആയിട്ട് ഇതൊക്കെ പരത്താൻ കഴിയുന്ന ആൾക്കാരുണ്ടാവും. അവർക്കിത് കാണുമ്പോൾ ഒരു തമാശയൊക്കെ തോന്നും. പക്ഷേ എനിക്ക് ഇത്രയാണ് സ്പീഡുള്ളൂ. ഇപ്പോൾ നമ്മുടെ പപ്പടം ഞാൻ ഇലയിൽ പരത്തിയിട്ട് ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഉണങ്ങിക്കിട്ടണം. എന്തായാലും ഒരു ദിവസം അത് വെയിൽ കൊള്ളേണ്ടി വരും. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത് ഉണങ്ങിക്കിട്ടും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഇലയിൽ നിന്നൊന്ന് അടർത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ വശം ഒന്ന് ഉണക്കണം. ഇപ്പോൾ നമ്മുടെ മരച്ചീനി പപ്പടം എന്താ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ട് സൈഡ് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ട് എന്താ ടേസ്റ്റ് നോക്കാം. നമ്മുടെ പപ്പടം ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെയാണ് കഴിച്ച് നോക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.